അപ്പോൾ ഹരിതകർമ്മസേന അതുവഴി നിയമപരമായി ശാക്തീകരിച്ചു. ഒപ്പം ബോധവൽക്കരണവും നടത്തി, വലിയ ബോധവൽക്കരണം നടത്തി. അതിൻ്റെ വ്യത്യാസം ഇന്നുണ്ട്. ഇന്നിപ്പോൾ 38,355 ഹരിതകർമ്മസേനാംഗങ്ങളുണ്ട്. ഞങ്ങൾ ഈ ബ്രഹ്മപുരത്തിൻ്റെ മുമ്പ് അതുണ്ടായിരുന്നത് ഇതിൻ്റെ ഏതാണ്ട് പകുതിയോളമാണ്. പേരട്ടിയായിട്ടത് വർദ്ധിച്ചു. മാത്രമല്ല അവരോടുള്ള ജനങ്ങളുടെ സമീപനത്തിൽ മാറ്റം വന്നു. ഇപ്പം മണക്കാട് ഒരു ദിവസം ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ എതിരെ വരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര സന്തോഷത്തോട് പറഞ്ഞു, സാറേ ഒരു ഹരിതകർമ്മ സേനാംഗം പറഞ്ഞു, ഞാൻ എൻ്റെ മോളെ ഇപ്പോൾ പ്രൊഫഷണൽ മെഡിസിനും മറ്റും പഠിപ്പിക്കുകയാണ്, ഈ ജോലി എടുത്താണ് പഠിപ്പിക്കുന്നത്. അന്തസ്സോടെ പറയുകയാണ്, ആത്മാഭിമാനമുള്ള അന്തസ്സുള്ളൊരു ജോലിയൊക്കെ ഇതിനെ മാറ്റി. അവർ പറഞ്ഞു പണ്ട് ഞങ്ങൾ വരുമ്പോൾ വാതിലടച്ച് തുറക്കാതിരുന്നിരുന്ന ആളുകൾ, ഞങ്ങളെ കയറണ്ട എന്ന് പറഞ്ഞിട്ട് വിട്ടിരുന്ന ആളുകൾ ഇപ്പോൾ വാതിൽ തുറന്ന് അകത്ത് കയറ്റിയിരുത്തി ഒരു കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന എനിക്ക് മാറ്റം വന്നു. ഇത് അവർ തന്നെ പറഞ്ഞ അനുഭവമാണ്. അപ്പോൾ ഒരു അന്തസ്സുള്ള ആത്മാഭിമാനത്തോടെ ചെയ്യാവുന്നൊരു ജോലിയാക്കിയിട്ടത് മാറ്റി. അത് സർക്കാർ അങ്ങനെ കട്ടയ്ക്ക് അവരുടെ ഒപ്പം നിന്നതുകൊണ്ടുണ്ടായിട്ടുള്ള. രാജാജി നഗറിലൊരു എഴുത്തുകാരിയായിട്ടുള്ള ഹരിതകർമ്മ സേനാംഗം, അതെ, ധനുജകുമാരി. അതെ, ധനുജകുമാരി. അവരുടെ മറ്റേ പുസ്തകം ഇന്ന് യൂണിവേഴ്സിറ്റിയിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അപ്പം അത് കേരളത്തിലുണ്ടാക്കിയ കുടുംബശ്രീ ഉണ്ടാക്കിയൊരു മാറ്റം ഉണ്ടല്ലോ, അതിന് സമാനമായിട്ടൊരു മാറ്റമാണ് ഹരിതകർമ്മസേന ഉണ്ടാക്കിയിട്ടുള്ളത്.